ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇസാൻസ് വേൾഡ്. ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അതായത് കുഞ്ഞുങ്ങളുടെ ചൂടുകുരു മാറാൻ എന്താണ് മാർഗ്ഗമെന്ന്. അപ്പോൾ ഇപ്പോൾ നല്ല വേനൽക്കാലമാണല്ലോ. ഈ സമയത്താണ് കുഞ്ഞുങ്ങൾക്ക് കൂടുതലും ചൂടുകുരു വരാനുള്ള സാധ്യതയുള്ളത്. കാരണം ഹ്യൂമിഡ് വെതർ അല്ലെങ്കിൽ ഹീറ്റ് വെതറിലാണ് കുട്ടികൾക്ക് കൂടുതലായിട്ടും ചൂടുകുരു വരുന്നത്. കാരണം ഈ സമയത്ത് കുട്ടികളുടെ സ്കിന്നിലെ ചൂട് കൂടും, അതുപോലെ തന്നെ കുട്ടികൾ അധികമായിട്ട് വിയർക്കും. ഇങ്ങനെ അധികമായിട്ട് വിയർക്കുന്നത് വഴി കുട്ടികളുടെ സ്കിന്നിലെ ചെറിയ ചെറിയ സുഷിരങ്ങൾ അടഞ്ഞു പോകും. ഇങ്ങനെ അടഞ്ഞു പോകുന്നത് കൊണ്ടാണ് കുട്ടികൾക്ക് വേഗം ചൂടുകുരു ഉണ്ടാവുന്നത്. മുതിർന്നവരെ അപേക്ഷിച്ച് കുട്ടികളുടെ സ്കിന്നിലെ സുഷിരങ്ങൾ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതുകൊണ്ടാണ് ഈ കാലാവസ്ഥയിൽ കുട്ടികൾക്ക് വേഗം തന്നെ ചൂടുകുരു ഉണ്ടാവുന്നത്. നോർമലി കുട്ടികൾക്ക് ചൂടുകുരു അല്ലെങ്കിൽ ഹീറ്റ് റാഷ് ഉണ്ടായാൽ പെയിൻ ഉണ്ടാവാറില്ല. പക്ഷേ ഈ ചൂടുകുരുവിന്റെ സിവിയറിറ്റി അനുസരിച്ചാണ് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണെങ്കിലും സിവിയർ ആയിട്ടുള്ള ഹീറ്റ് റാഷ് അല്ലെങ്കിൽ ചൂടുകുരു ആണെങ്കിൽ നമ്മൾ എന്തായാലും മെഡിക്കൽ അഡ്വൈസ് തേടണം. അല്ലാതെ ചെറിയ ടൈപ്പിലുള്ള ചൂടുകുരു, അതായത് ചെറിയ ചെറിയ കുരുക്കളാണ് പൊങ്ങി നിൽക്കുന്നതെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. കുട്ടികൾക്ക് കരയാനല്ലാതെ പറയാൻ അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ചൂടുകുരു ഉള്ള സമയത്ത് കുട്ടികളെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. കുട്ടികളുടെ ഈ ഹീറ്റ് റാഷ് പൊട്ടുകയോ അതുപോലെ തന്നെ സ്ക്രാച്ച് ആവുകയോ ഒക്കെ ചെയ്താൽ നമ്മൾ എന്തായാലും മെഡിക്കൽ അഡ്വൈസ് തേടണം. സാധാരണയായും ഹീറ്റ് റാഷ് 3-4 ദിവസത്തിനുള്ളിൽ നമ്മൾ ഹോം റെമഡീസ് ചെയ്യുമ്പോൾ തന്നെ കുറയുന്നതായാണ് കണ്ടുവരുന്നത്. അപ്പോൾ ആ സിറ്റുവേഷൻസിൽ മെഡിക്കൽ അഡ്വൈസിന്റെ കാര്യമില്ല. പക്ഷേ ആ ചൂടുകുരിയിൽ പെയിൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ആ ചൂടുകുരു വലുതാവുകയോ ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്താണെങ്കിലും മെഡിക്കൽ അഡ്വൈസ് തേടണം. അതുപോലെ കുട്ടിക്ക് പനി എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹീറ്റ് റാഷ് പൊട്ടുകയോ സ്ക്രാച്ച് ആവുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ മെഡിക്കൽ അഡ്വൈസ് തേടണം. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് റെമഡീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് ഞാൻ എല്ലാവർക്കും കമന്റ്സിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു റെമഡിയാണ് തേങ്ങാപ്പാൽ എന്ന് പറയുന്നത്. തേങ്ങാപ്പാലാണ് എനിക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഹോം റെമഡി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ക്രീമും തേക്കാവുന്നതാണ്. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് തേങ്ങാപ്പാൽ ക്രീം ഉണ്ടാക്കുന്നതിന്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ക്രീം ഉണ്ടാക്കിയാൽ നമുക്ക് ഒരാഴ്ച വരെ അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ സാധിക്കും. എന്നിട്ട് എടുത്ത് അതിന്റെ തണുപ്പ് മാറി അല്ലെങ്കിൽ തണുപ്പോട് കൂടി തന്നെ കുട്ടികളുടെ മേത്ത് അപ്ലൈ ചെയ്യാം. കാരണം ചൂട് സമയമല്ലേ, കുട്ടികൾക്ക് അതൊരു ആശ്വാസവും ആവും. അപ്പോൾ ആ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ക്രീം കുട്ടികളുടെ ചൂടുകുരു മാറാനായിട്ട് ബെസ്റ്റ് മെഡിസിൻ ആണ്. എനിക്ക് പറയാനുള്ളത് വെച്ച് ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ ആണ് അത്. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞാൽ തേങ്ങാവെള്ളമാണ്. നിങ്ങൾ തേങ്ങ പൊട്ടിക്കുമ്പോൾ ആ തേങ്ങാവെള്ളം കിട്ടില്ലേ, അത് കുട്ടിയുടെ മേത്ത് ചൂടുകുരു ഉള്ള ഭാഗത്ത് പതിയെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതും ചൂടുകുരു മാറാനായിട്ട് വളരെ നല്ലതാണ്. ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞാൽ അലോവേര ജെല്ലാണ്. അലോവേര ജെൽ ഉണ്ടാക്കുന്ന വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എന്താണെങ്കിലും ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഈ അലോവേര ജെൽ ഉപയോഗിക്കുന്നതും കുട്ടികളുടെ ചൂടുകുരു മാറാൻ വളരെ നല്ലതാണ്. കാരണം ഈ അലോവേര ജെല്ല് തേങ്ങാപ്പാലൊക്കെ തണുപ്പാണ്. അത് ഈ ചൂട് സമയത്ത് കുട്ടിയുടെ മേൽ അപ്ലൈ ചെയ്താൽ ചൂടുകുരു വരാതിരിക്കാനും അതുപോലെ തന്നെ ചൂടുകുരു ഉണ്ടെങ്കിൽ മാറാനും ഒക്കെ വളരെ നല്ലതാണ്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തണുത്ത വെള്ളം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കഴുകി കൊടുക്കുക എന്നാണ്. അതായത് കുട്ടിക്ക് ഇപ്പോൾ ചൂടുകുരു ഉള്ളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുട്ടിയുടെ ശരീരത്തിൽ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരിക്കലും കുട്ടിയെ ചൂടുവെള്ളത്തിൽ കഴുകിക്കരുത്. അങ്ങനെ തണുത്ത വെള്ളത്തിൽ കഴുകിക്കുന്നത് ചൂടുകുരു മാറാനും അതുപോലെ ഒരു ആശ്വാസം കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഐസ് ക്യൂബ്സ് ആണ്. അതായത് ചൂടുകുരു ഉള്ള ഭാഗത്ത് ഐസ് ക്യൂബ്സും കൊണ്ട് പതിയെ റബ്ബ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു തുണിയുടെ ഉള്ളിലേക്ക് ഈ ഐസ് ക്യൂബ്സ് ഇട്ടതിന് ശേഷം പതിയെ കുട്ടിയുടെ ശരീരത്തെ റബ്ബ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നത് കുട്ടിക്ക് ഒരു ആശ്വാസം കിട്ടാനും ചൂടുകുരു ശമിക്കാനും വളരെ നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് ഓട്ട്മീൽ ബാത്താണ്. ഓട്ട്മീൽ ബാത്തിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതായത് ഡ്രൈ സ്കിന്ന് മാറാൻ 2 മാജിക് ടിപ്സ് എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഓട്ട്മീൽ ബാത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓട്ട്മീൽ ബാത്ത് ചെയ്യുന്നത് കുട്ടിയുടെ ചൂടുകുരു മാറാനായിട്ട് വളരെ നല്ലതാണ്. അതല്ല, കുട്ടിക്ക് ഈ ചൂട് സമയത്ത് സോപ്പിന് പകരം ഉപയോഗിക്കാൻ പറ്റിയ ബെസ്റ്റ് പൗഡറാണ് ഓട്ട്മീൽ. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡി എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ചൂടുകുരു ഉള്ള ഭാഗത്തിൽ സാൻഡൽവുഡ് പൗഡറും പാലുമായിട്ട് മിൽക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കുട്ടിയുടെ ഹീറ്റ് റാഷ് മാറാനും അവിടെ ഒരു തണുപ്പ് കിട്ടാനും കുട്ടിക്ക് ഒരു ആശ്വാസം കിട്ടാനും വളരെ നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വേപ്പിലയോ അല്ലെങ്കിൽ ആര്യവേപ്പിലയോ കുട്ടി കുളിക്കുന്ന വെള്ളത്തിലേക്ക് ഇടുക. വേണമെങ്കിൽ ഈ വേപ്പിലയും ആര്യവേപ്പിലയും ഒക്കെ വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അത് നന്നായിട്ട് തണുത്തതിന് ശേഷം അതുകൊണ്ട് കുട്ടിയെ കഴുകിക്കാം. അത് കുട്ടിക്ക് ആ ഹീറ്റ് റാഷിൽ എന്തെങ്കിലും ഇച്ചിനെസ്സോ ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം AC-യോ ഫാനോ അങ്ങനെ എന്തിനെങ്കിലും കീഴിൽ കുട്ടിയെ നിർത്തുക. കുട്ടിയുടെ ശരീരത്തിന് തണുപ്പ് കിട്ടുന്നത് ചൂടുകുരു ശമിക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചൂടുകുരു മാറാനുള്ള ഹോം റെമഡീസ്. ഇതിലെനിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് തേങ്ങാപ്പാലും അലോവേര ജെല്ലുമാണ്. എൻ്റെ വാവയ്ക്ക് ഒരു പ്രാവശ്യമാണ് ചൂടുകുരു വന്നിട്ടുള്ളൂ. അത് തീരെ ചെറുതായിരുന്നപ്പോൾ ഞാനപ്പോൾ ഈ തേങ്ങാപ്പാലാണ് അപ്ലൈ ചെയ്തത്. 2 ദിവസം കൊണ്ട് തന്നെ അവൻ്റെ ആ ചൂടുകുരു ഒക്കെ കംപ്ലീറ്റ് മാറുകയും ചെയ്തു. ഇനി ഈ ചൂടുകുരു വരാതിരിക്കാനും ഈ സമ്മർ സീസണിൽ കുട്ടികൾക്ക് ഒരു ആശ്വാസം കിട്ടാനും നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. കാരണം ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ. കുട്ടികൾക്കാണെങ്കിൽ നമ്മളെക്കാളും കൂടുതൽ ചൂടായിരിക്കും. കാരണം അവരുടെ സ്കിൻ എന്ന് പറഞ്ഞാൽ തീരെ സെൻസിറ്റീവ് ആണ്. അപ്പോൾ നമ്മളെക്കാളും ചൂടായിരിക്കും അവർക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഫോളോ ചെയ്താൽ അവർക്ക് ചൂടുകുരു വരുന്നത് തടയാൻ സാധിക്കും. ആദ്യത്തേന്ന് പറഞ്ഞാൽ അവർക്ക് ലൂസ് ആയിട്ടുള്ള കോട്ടൺ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് അവരെ അധികം ഹെവി ആയിട്ട് ഡ്രസ്സ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കാരണം അവർ അധികമായിട്ട് വിയർക്കും.
അങ്ങനെ അധികമായിട്ട് വിയർക്കുന്നത് ചൂടുകുരു ഉണ്ടാവാനായിട്ട് കാരണമാകും. അതുകൊണ്ട് ലൂസായിട്ടുള്ള കോട്ടൺ ഡ്രസ്സ് കുട്ടികളെ ഇട്ട് കൊടുക്കുക. ഇനിയെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് ഫ്രീ ടൈം കൊടുക്കുക. അതായത് കുട്ടിക്ക് ഡ്രസ്സൊന്നും ഇല്ലാതെ ഇടയ്ക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് അനുവദിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കുട്ടിയുടെ സ്കിന്ന് ബ്രീത്ത് ചെയ്യാനായിട്ട് വളരെ സഹായിക്കും. അതുപോലെ തന്നെ കുട്ടിയുടെ ശരീരത്തിലെ ചൂട് കുറയാനും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടിയെ എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കുക. അതായത് ഇപ്പോൾ 6 മാസത്തിലുള്ള കുട്ടിയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ് ചെയ്യുക. മാക്സിമം ഫീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. വേറെ വെള്ളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. 6 മാസത്തിലെ ശേഷമുള്ള കുട്ടിയാണെങ്കിലും അധികമായിട്ട് ഫീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഫുഡ് കൊടുക്കുന്ന സമയത്ത് മാത്രം വെള്ളം കൊടുക്കുക. ബാക്കിയുള്ള കംപ്ലീറ്റ് ടൈം ഫീഡ് ചെയ്യുക. വെള്ളം കൊടുക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് നമ്മൾ ഫീഡ് ചെയ്യുന്നത് തന്നെയാണ്. കാരണം കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി കൂടാനും അതുപോലെ തന്നെ കുട്ടികളുടെ ശരീരം നല്ലോണം ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പൗഡർ ഉപയോഗിക്കരുത്. കാരണം ഈ സമയത്ത് പൗഡർ ഉപയോഗിച്ചാൽ കുട്ടികളുടെ സ്വെറ്റ് ഗ്ലാൻസ് അടഞ്ഞു പോകാനും അതുവഴി കൂടുതൽ ചൂടുകുരു പൊന്തി വരാനും കാരണമാകും. ഇപ്പോൾ ചൂടുകുരുവിന് ഒരുപാട് പൗഡറൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ ഒരുപാട് കുട്ടികൾക്ക് എഫക്റ്റീവ് ആണ്. അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ ജസ്റ്റ് കയ്യിലെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുത്താൽ മതിയാവും. ഏറ്റവും നല്ലത് ഈ ഹോം റെമഡീസ് ഒക്കെ ചെയ്യുന്നതാണ് കേട്ടോ. ആ പൗഡറിനേക്കാൾ നന്നായിട്ട് കുട്ടികളുടെ ചൂടുകുരു മാറാനായിട്ട് ഈ ഹോം റെമഡീസ് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ ചൂടുകുരു മാറാനുള്ള റെമഡീസിൽ പറഞ്ഞില്ലേ, തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നത്, അലോവേര ജെൽ ഉപയോഗിക്കുന്നത്, അതുപോലെ ഓട്ട് മീൽ ബാത്ത്, സാൻഡൽവുഡ്, നീം ബാത്ത്, അതുപോലെ എല്ലാം കുട്ടികളുടെ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്തുക. കാരണം ഈ സമ്മർ സീസണിൽ ഡെയിലി കുട്ടികളുടെ ശരീരത്തിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്താൽ കുട്ടികൾക്ക് ചൂടുകുരു വരാതിരിക്കാനായിട്ട് വളരെ നല്ലതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴത്തെ വെയിലിന് ചൂട് വളരെ കൂടുതലാണ്. അതുകൊണ്ട് കുട്ടിയെ പകൽ സമയത്ത് വെളിയിലിറക്കാതിരിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. ഡയറക്റ്റ് സൺലൈറ്റിന് കീഴെ പോകാത്ത രീതിയിൽ തണലത്ത് മാത്രം നിർത്തി കുട്ടിയെ കളിപ്പിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ കുട്ടിയെ ഷെയ്ഡ്സിൽ മാത്രം നിർത്തുക. അപ്പോൾ ഇതൊക്കെയാണ് ചൂടുകുരു മാറാനുള്ള റെമഡീസും ചൂടുകുരു വരാതിരിക്കാനുള്ള മാർഗങ്ങളും. ഇത് ജസ്റ്റ് ചൂടുകുരു മാറാനുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. സമ്മർ കെയർ ടിപ്സ് ആയിട്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഉടനെ തന്നെ ഒരു വീഡിയോ ചെയ്യാം. ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരുന്നു അത്. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ, ടേക്ക് കെയർ.